നിങ്ങൾ പ്രാവിന് അങ്ങനത്തേനൊക്കെ വിടണുണ്ടാവും. പക്ഷെ ഒരു സാധനം അതെന്താന്നല്ലേ, മൂങ്ങനെ പാർപ്പിക്കണ നിങ്ങൾ കണ്ടിട്ടുണ്ടാ? എന്നാ വായതെ അവിടെയാണ് എന്റെ മൂങ്ങൾ ആ ഒരു ഇത്. പകലൊരു പക്ഷിനെ നമുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി പറപ്പിക്കാൻ വിചാരിച്ചിട്ട്. അപ്പൊ ആ പക്ഷി നമുക്ക് ഇന്ന് പറപ്പിച്ചാലോ? ഒരു പാവം പക്ഷിയാട്ടോ. നമ്മൾ പ്രാവ് തട്ട അങ്ങനത്തെ വിഭാഗത്തിലെ അല്ല, സോറി ഗൈസ്, അങ്ങനത്തെ അല്ലാത്ത ഒരു വെറൈറ്റി പക്ഷിയില്ലമ്മ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഏത് പക്ഷിയാണെന്ന്? ഇപ്പൊ ഗസാണ് ഞാൻ എന്റെ തരണോ. അതിന് മുമ്പേ കമന്റ്. ഓക്കെ, നമുക്ക് അപ്പൊ ഈ പക്ഷിയാണ്. എന്തിനാ കഴിക്കാത്തല്ല, എന്തേലും വന്നാണ്ട് കുറിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. റെഡി സ്റ്റഡി ഗോ. യെസ് ഗായ്സ്, ഒരു മൂങ്ങയാണ്, കുഞ്ഞു മൂങ്ങട്ടോ. നല്ല രസമുള്ള മൂങ്ങയാണ്. ഒരു ഷൂട്ടുമാണി, ഒരു ഷൂട്ടർലാ പ്ലീ. ഞാൻ ഇതിനെ വന്നപ്പോ തന്നെ ഒരു പേരിട്ടോ, പൂപ്പു. എന്റെ കാറ്റിന്റെ നെയിമായിരുന്നു. അപ്പൊ ഇവിടെ എടുക്കുന്നുണ്ട്. ഇവനെ നമുക്ക് വിടേണ്ടത്. ഇതിന്റെ തല ഞാൻ അറിയാതെ എന്റെ കയ്യുമ്പോ തൊട്ട് ഇന്നോട് എന്നാലും പാവാണ്. ഇതിനെ വളർത്തണം എന്നുണ്ടായിരുന്നു ഗൈസ്. എന്തായാലും ജീവിതം നമ്മളായിട്ട് തുലക്കുമ്പോ നമുക്ക് കളയാം. ഭയം ഇങ്ങനെ പറിച്ചിടാം. സാരം തേച്ച എന്റെ ജീവിതം കൊടുക്കാം. സാരം തേച്ച ഇതിന്റെ കുടുംബ പ്രശ്നമായതുകൊണ്ടാണ് അത് അമ്മയത്തി കൊഞ്ഞിന്. ഇതിന് മൂങ്ങാന്ന് സോറി പരുന്ത് എന്തെങ്കിലും എന്താ പോക്ക് പോയത്. ഒരു കുഞ്ഞു ശുണ്ടാട്ടോ. ലാസ്റ്റ് ആയിട്ട് ദുഃഖം ഞാൻ ഇങ്ങനെ ആക്കിയത് എന്റെ കൈമൊക്കെ ഇവിടെ മറ്റേ രണ്ട് കൊമ്പുള്ള അപ്പൊ നമുക്ക് ഇവനെ പറക്കാൻ ഇവിടെ വെച്ചോ. ഇതിനെ നമുക്ക് ഇനി പറത്താം ഗൈസ്. പറത്തന്നെ ഇവിടെ വെച്ചൊക്കെ പോവോ അറിയില്ല. നിശ്ചയ ചെറിയ കുട്ടിയാണ്. പോയിക്കോ, എന്റെ വീട്ടിൽ പോയിക്കോട്ടാ. കുറച്ച് നോക്ക കുട്ടി അങ്ങനെ പുറത്തറിയില്ല. അപ്പൊ ഇതിനെന്താ തിന്നാൻ മീനൊക്കെ കൊടുക്ക. കൊണ്ടുണ്ടോ മനസ്സ് മാറി ഗൈസ്. ഇത് പറക്കണമൊന്നുമില്ല. പാവം പക്ഷെ പ്രാവിനൊക്കെ എടുത്തതിന്റെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതിനങ്ങനെ ചെയ്ത് നോക്കാണ് നമ്മൾ. ഓ പാവാണ്. നിങ്ങൾ ഏറ്റിച്ചാലും